ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയായിരിക്കണം പാർലമെന്റ് അംഗങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പാഠപുസ്തകമാണ് AKജിയുടെ ജീവിതം. ആ ഗുജറാത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള പാർലമെന്റ് അംഗം ആരാണെന്ന് ചോദിച്ചാൽ അത് AKജിയാണ്. BJPക്കെതിരായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന സമരാഗ്നി ഒരു തരി പോലും കടാതെ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം കേരളത്തിൽ ആകെ അവതരിപ്പിക്കുന്നത് പോലെ തൃശ്ശൂരിൽ നിന്നും അവതരിപ്പിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റുകൾ 2024 തെരഞ്ഞെടുപ്പിൽ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ വൻ സാമ്പത്തിക പിന്തുണ കോർപ്പറേറ്റുകൾ അവർക്ക് നൽകുന്നുണ്ട്. ഒരു ഐക്യ മുന്നണി നമ്മുടെ രാജ്യത്ത് വീണ്ടും അവരുടെ കയ്യിലേക്ക് അധികാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണോ മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്.